ഒടുവിൽ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കി പിണറായി എന്ന രീതിയിൽ BJPയുടെ ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്നുള്ളത് CPMന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു. 2023 തുടങ്ങിയ PM ശ്രീ പദ്ധതിയിൽ ഇതുവരെ ഒപ്പുവെക്കാതിരുന്ന സംസ്ഥാന സർക്കാർ പൊടുന്നനെ PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇത് BJP വലിയ വിജയമായി കാണുകയാണ്. അതുമാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുമെന്ന് മുതിർന്ന BJP നേതാക്കൾ പോലും പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ഒടുവിൽ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കി പിണറായി വിജയൻ PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്നുള്ള ബാനറുകൾ വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി BJPയുടെ മാലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു ബാനറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. PM ശ്രീയിൽ CPI കടുത്ത നിലപാട് തുടർന്നാൽ സർക്കാരും CPMും പ്രതിസന്ധിയിലാകും. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണം അടങ്ങിയ കത്താണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ഇല്ലാതായെന്ന വ്യാഖ്യാനങ്ങൾക്ക് ഇതിടയാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിനും ഭീഷണിയാണ്. 4-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കൂടുതൽ നടപടികൾക്കാണ് CPIയുടെ ആലോചന. അതിനു മുൻപ് ഇടതുമുന്നണി യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള തീവ്ര ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്നും തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടമാവുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. സർക്കാർ താഴെ പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ CPI അങ്ങനെ ഒരു അഭ്യാസത്തിന് മുതിരില്ല എന്നല്ലേ വ്യക്തമാകുന്നു? അതല്ലാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ താഴെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് CPI ഒരിക്കലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഏതറ്റം വരെ CPIക്ക് പോകാൻ കഴിയും? ഇപ്പോൾ അനുനയത്തിലേക്ക് വരും, ഇപ്പോൾ വരും എന്നൊക്കെ കരുതിയിരുന്ന സ്ഥലത്ത് നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയുമാണല്ലോ. മഞ്ജുഷ, കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണ് CPI. CPIയുടെ നിലപാട് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം എന്തെങ്കിലും മാറ്റം, ഈ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് സംസ്ഥാന കൌൺസിൽ വിളിച്ച് സംസ്ഥാന കൌൺസിലിന്റെ അനുമതിയോടെ മാത്രമേ നടത്താവൂ എന്നൊരു ഉറപ്പ് ബിനോയ് വിശ്വത്തിൽ നിന്ന് CPI സംസ്ഥാന കൌൺസിൽ നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നലെ 4 മന്ത്രിമാർ ഒപ്പിട്ട കത്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്, തൊട്ടു മുമ്പത്തെ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലും PM ശ്രീ പദ്ധതിയെപ്പറ്റി K രാജൻ ആശങ്ക അറിയിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും പറഞ്ഞില്ല. 2 മന്ത്രിസഭാ യോഗങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണിത്. അപ്പോഴൊന്നും പദ്ധതി ഒപ്പിടാനുള്ള തീരുമാനമായിട്ടില്ല. പദ്ധതി സംശയങ്ങളും ആശങ്കകളും ഉള്ളതുകൊണ്ട് തന്നെ നിയമോപദേശം തേടാം, പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച മന്ത്രിസഭാ നോട്ടാണ്. ആ നോട്ടിലാണ് മന്ത്രിസഭയെ മറികടന്നുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. അത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഇന്ന് 4 മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ അവിടെ അതൊരു വലിയൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അത് ഒരു ഔദ്യോഗിക രേഖയായി മാറും. പക്ഷേ CPIക്ക് സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നായി അത് മാറും. CPI ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലപാട് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഈ PM ശ്രീ കരാറിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് CPIക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, CPIക്ക് മുഖവിലക്കെടുക്കാൻ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകുകയോ ചെയ്യാതെ CPI വിഷയത്തിൽ നിന്ന് മാറില്ല. ഇന്നലെ ഒരു പ്രശ്നപരിഹാര ഫോർമുല മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു സബ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ്. 2006 VS സർക്കാരിന്റെ കാലത്ത് മൂന്നാർ ഓപ്പറേഷൻ നടക്കുമ്പോൾ CPI ഓഫീസിൽ തൊട്ടപ്പോൾ CPI കൈയേറ്റക്കാരെ ചിത്രീകരിച്ചപ്പോൾ CPI കടുത്ത അമർഷത്തിലായി. അടുത്ത മുന്നണി യോഗത്തിൽ അത് പ്രകടിപ്പിച്ചു. അപ്പോൾ ഒരു LDFന്റെ ഉപസമിതി അന്ന് നിയോഗിക്കുകയുണ്ടായി. ആ മാതൃകയിൽ ഒന്നുകിൽ ഇടതുമുന്നണിയുടെ ഉപസമിതിയോ അല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതിയോ ഈ പദ്ധതിയുടെ നടത്തിപ്പ് പരിശോധിക്കാൻ, നിരീക്ഷിക്കാൻ വയ്ക്കാമെന്നൊരു വാഗ്ദാനമാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ CPI അതും മുഖവിലക്കെടുക്കുന്നില്ല. നിയമപരമായി നിലനിൽപ്പില്ലാത്ത, കാരണം PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് നിലനിൽപ്പാണ് അതിനുള്ളത്? അത്തരം സമിതികൾക്ക് എന്ത് നിലനിൽപ്പെന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം CPI ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ വേണ്ടിവരും സർക്കാരിനും CPMനും. എങ്ങനെയാണ് അത് അനുനയിപ്പിക്കുക? 4-ാം തീയതി CPIയുടെ സംസ്ഥാന കൌൺസിൽ ചേർന്നാൽ ഒരുപക്ഷെ അവർ ആവശ്യപ്പെടാൻ പോകുന്നത് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോകാം. 4 മന്ത്രിമാരും രാജിക്ക് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രാജി അവർ ആവശ്യപ്പെടും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ആ 4-ാം തീയതി എന്ന വലിയൊരു സമയപരിധിയാണ്. ഇതിനിടെ 1-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഭരണപക്ഷം പോവുക,
തമ്മിൽ യോജിപ്പില്ലാത്ത ഒരു മുന്നണിയായാണ് 4 മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ തീരുമാനത്തിനെതിരെ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി കത്ത് കൊടുത്ത ശേഷമാണ് പോകുന്നത്. അത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടി അവിടെയുണ്ട്. ധാർമ്മികമായ മുന്നണിക്ക് എങ്ങനെ മറുപടി പറയാമെന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കും. അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി 4-ാം തീയതി ചേരുന്ന സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ യോഗത്തിന് മുമ്പ് സിപിഐയെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ, അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നണി കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് സിപിഐ പോകാതിരിക്കാൻ അവർക്ക് കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങളുള്ള ഒരു പാർട്ടിയാണ് സിപിഐ. ബിനോയ് വിശ്വത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴും ആ നീക്കങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിനും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് വിഷയം. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് വിട്ടുവീഴ്ചയാൽ ബിനോയ് വിശ്വത്തിന്റെ സിപിഐയിലെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് ബിനോയ് വിശ്വം അതിനെ അപ്പോൾ ഇത് നവംബർ 4 എന്നുള്ളത് ഒരു ഡെഡ് ലൈൻ ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണല്ലോ അല്ലെ? സിപിഐ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്നാണോ? നവംബർ 4 എന്ന് പറയുന്നത് അരുൺ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ നീളുന്ന ഒന്നാണ്. അതിനു മുമ്പ് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം ഉണ്ടാവില്ല എന്നാണോ? നവംബർ 4 ആണോ ഒരു ഡെഡ് ലൈൻ? പ്രശ്നപരിഹാരത്തെ നീക്കമാണ് ഉണ്ടാകേണ്ടത്. അതാണ് സിപിഐ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം അതാണ്. 4-ാം തീയതി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മുഖ്യമന്ത്രി 30-ാം തീയതി മറ്റന്നാൾ ഖത്തറിലേക്ക് പോകും. 31-ാം തീയതി തിരിച്ചു വരും. 1-ാം തീയതി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1, 2, 3 ഈ 3 ദിവസങ്ങൾ വളരെ നിർണായകമാണ് സംസ്ഥാനത്തെ ഇടത് രാഷ്ട്രീയത്തിന്. 45 വർഷത്തെ പാരമ്പര്യമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 80-ൽ PK വാസുദേവൻ നായർ മന്ത്രിസഭ രാജിവെച്ച് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു വന്ന്, കോൺഗ്രസ് ബന്ധം പറയുമ്പോൾ അന്നുണ്ടായ സപ്തകക്ഷി മുന്നണി ബന്ധം ഉപേക്ഷിച്ചു വന്ന് 80-ൽ ഒരു മുന്നണിയായി മാറി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മാറി മത്സരിച്ചു തുടങ്ങുന്ന ആ മുന്നണിയുടെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ 3 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. 1-ാം തീയതിയിലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം 4-ാം തീയതിക്ക് മുമ്പായി ഇടതുമുന്നണി യോഗം ചേർന്ന് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം സിപിഐ അനുനയിപ്പിച്ച് അവർ മന്ത്രിസഭകളിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായി. ഇപ്പോഴത്തെ ഈ PMC വിവാദത്തിൽ നിന്ന് ഈ സർക്കാർ PMC കരാറിൽ സർക്കാർ പിന്മാറുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്കും ഇല്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് സിപിഐക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ ഈ സർക്കാരിന്റെ മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നാലും ഒട്ടും അതിശയിക്കാനില്ല. മുന്നണി വിട്ടു പോകില്ല. സിപിഐ ഇടതുമുന്നണി തന്നെ തുടരുമെന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ മന്ത്രിസഭ വിട്ടു പോകില്ല എന്ന് സിപിഐയുടെ ഒരു നേതാവും ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയുന്നതിൽ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അല്ലാതെയുമൊക്കെ ഒരു ഘട്ടത്തിലും അത്തരത്തിൽ സിപിഐ നേതാക്കൾ പറയാൻ തയ്യാറാകുന്നില്ല. മന്ത്രിസഭ വിട്ടുപോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് സിപിഐ പോകുന്നത്. അതെങ്ങനെ അവസാനിക്കും, എവിടെ അത് തടഞ്ഞു നിർത്താൻ സിപിഎമ്മിന് കഴിയും, ഇടതുമുന്നണി നേതൃത്വത്തിന് കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടതുമുന്നണിയുടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇന്നത്തെ ലേഖനത്തിലും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒപ്പിട്ടു എന്ന് വെച്ച് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്നില്ല എന്നാണ്, നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യത്തിന് മറുപടി നൽകേണ്ടി വരുമല്ലോ. ഇത്രയും നാൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും, അത് സംഘപരിവാർ വൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് പോവുകയില്ല എന്ന് CPIക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ കരാറിൽ നിന്ന് വിട്ടുപോവുക, ധാരണാപത്രം റദ്ദ് ചെയ്യുക, ഈ ഒരൊറ്റ പോംവഴിയെ CPI പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അവരെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കമാണ്. ബിനോയ് വിശ്വം ഇപ്പോൾ ക്ഷമിക്കണം, വി ശിവൻകുട്ടി ഇപ്പോൾ ഈ പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും പുതുമയില്ല. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും മറ്റു തലത്തിലേക്ക് മാറിയെന്ന് അദ്ദേഹം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരണം വന്നിട്ടുണ്ട്. ദേശാഭിലേഖനമൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞതും മുഖ്യമന്ത്രി അടക്കം ബിനോയ് വിശ്വത്തോട് പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ്. CPI തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ശിവൻകുട്ടിയുടെ ലേഖനത്തിൽ ഉള്ളത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പുതുതായി എന്താണ് CPI പറയാനുള്ളത്? കരാറിൽ നിന്ന് പിന്മാറുമോ അല്ലെങ്കിൽ കരാറ് തുടരാൻ തയ്യാറല്ല എന്ന് കേന്ദ്രത്തെ ഒരു കത്തിലൂടെയെങ്കിലും അറിയിക്കുമോ? അത്തരം കാര്യങ്ങളാണ് ഇനി പുതുതായി വരേണ്ടത്. അവിടെയാകും ഒരുപക്ഷെ CPIയുടെ ഒരു പ്രതീക്ഷയുള്ളത്, അല്ലെങ്കിൽ CPI അത്തരം നീക്കങ്ങളാണ് ആഗ്രഹിക്കുന്നതും. അല്ലാതെ ഈ കരാർ ഒപ്പിട്ടത് കൊണ്ട് പദ്ധതി നടപ്പാക്കണം നിർബന്ധമില്ല എന്ന വാദങ്ങളൊന്നും CPIയുടെ മുന്നിൽ നിലനിൽക്കില്ല. അത്ര കടുത്ത നിലപാടാണ് അവർ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിനെ മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ അവർക്ക് ആ തീരുമാനം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിൽ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പിന്മാറാമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഈ 4 മന്ത്രിമാരെ, അതൊരു അസാധാരണ നീക്കമാണ്. ഒരു പാർട്ടി നേതാവിനെ മുഖ്യമന്ത്രി കാണുന്നതിനപ്പുറത്തേക്ക്
അവസ്ഥയിലേക്ക് അതിനുശേഷം ഒരു മന്ത്രിസഭ ഒരു പാർട്ടിയുടെ 4 മന്ത്രിമാരെയും മുഖ്യമന്ത്രി പ്രത്യേകം കാണുകയാണ്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഈ ചരിത്രത്തിൽ ഈ രീതിയിൽ സിപിഎമ്മിന്റെ ഇടതുമുന്നണി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒക്കെ പലപ്പോഴും അത് ചർച്ചകളിലേക്ക് പോയിട്ടുണ്ടാകും. പക്ഷേ അവിടെ സിപിഎമ്മിന്റെ ഒരു ഗതികേട്, സിപിഎമ്മിന്റെ ഒരു ദുർബലാവസ്ഥ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ച. 4 മന്ത്രിമാരെയും അദ്ദേഹം വീണ്ടും കാണുകയാണ്, പ്രത്യേകം കാണുകയായിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരം ഒരു ഗുരുതര ആരോപണങ്ങളെങ്കിൽ കത്തുകൂടി സിപിഐ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. അതോടുകൂടി ഇതിന്റെ ചിത്രം മറ്റൊന്നായി മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത് അത്ര പന്തിയല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യമാണ് സിപിഎമ്മിന് മുന്നിലുള്ളത്. മുന്നണി വിട്ടു പോകില്ല, എപ്പോഴും ഇടതുപക്ഷം തന്നെ തുടരുമെന്ന് സിപിഐ പറയുമ്പോഴും അത്ര എളുപ്പമായില്ല. 4 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുന്നത്. അത് സിപിഎമ്മും ഇത്രയും ദിവസം സിപിഎം ഒരു പ്രതിരോധത്തിലാണ്. നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ ഈ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു ആക്രമണ ശൈലിയൊക്കെ സ്വീകരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര നാൾ ഇങ്ങനെ സിപിഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കും? ഒന്നുകിൽ അത് പൂർണ്ണമായും ഈ കരാറിന് പിന്മാറുന്ന അടക്കം നടപടിയിലേക്ക് സർക്കാർ കടന്നേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മഞ്ജുഷ, മറ്റൊരു കാര്യം, ഇത് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. ഇത് ധാരണാപത്രം ഒപ്പിട്ടിട്ടേ ഉള്ളൂ, നടപ്പിലാക്കുന്നില്ല. അതുപോലെ തന്നെ PM ശ്രീയിൽ ഏതൊക്കെ സ്കൂളുകൾ വേണം എന്നുള്ള ആ പട്ടിക കേന്ദ്രത്തിന് കൈമാറുന്നില്ല. ഇങ്ങനെയുള്ള കുറെ അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിൽ പക്ഷേ CPIക്ക് തൃപ്തിയുണ്ടോ? ഈ അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കുമേ PM ശ്രീ പദ്ധതി നടപ്പാക്കി തുടങ്ങുകയുള്ളൂ. അതിനു മുൻപ് ഈ നടപടിക്രമങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായ ഒരു ഫോർമുല അതായിരുന്നു. ആ ഫോർമുലയാണ് സിപിഐ അപ്പാടെ തള്ളിക്കളഞ്ഞത്. ആ ഫോർമുലയുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആലപ്പുഴയിൽ എത്തിയത്. പക്ഷേ ആ ഫോർമുല സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ചില്ല, സിപിഐയുടെ മന്ത്രിമാർ അംഗീകരിച്ചില്ല. അതിനുശേഷം സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ആ ഫോർമുല തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ ഫോർമുലയിൽ സിപിഐ വിശ്വസിക്കുന്നില്ല. ഒപ്പിട്ട ശേഷം അവിടെ ലാഗ് വരുത്തുമെന്നോ അല്ലെങ്കിൽ അതിനുള്ളിൽ നയങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയുന്നതോ സിപിഐ വിശ്വസിക്കുന്നില്ല. കരാർ ഉള്ളിടത്തോളം അത് കരാർ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ആ കരാർ അനുസരിച്ച് സംസ്ഥാനത്ത് മുന്നോട്ട് പോകേണ്ടി വരും. കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ കരാറാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ആ കരാറിൽ നിന്ന് പിന്മാറാൻ സർക്കാർ, അതാണ് സിപിഐയുടെ ആവശ്യം. ആ കരാറിൽ നിന്ന് പിന്മാറുന്ന ആവശ്യമാണ് അവർ മുഖ്യമന്ത്രിയോടക്കം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പുതിയ ഫോർമുലകൾ ഇടതുമുന്നണി CPM കണ്ടെത്തേണ്ടി വരും. മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രിയും CPI നേതൃത്വവും ഒക്കെ CPIക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ പിന്തുണ നേടേണ്ടി വരും. ആ പുതിയ ഫോർമുല എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ അത് ഈ കരാർ പിൻവലിക്കുന്നതാകാം, അല്ലെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്ന് കേന്ദ്രത്തെ കത്തിലൂടെയെങ്കിലും അറിയിക്കുന്നതാകാം. അത്തരം പല മാർഗ്ഗങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതാണ് സംഭവിക്കാൻ, അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ കത്ത് നൽകിയിട്ട് നിയമവഴിയിലേക്ക് നീങ്ങുക തുടങ്ങിയ പല വഴികൾ സർക്കാരിന് മുന്നുണ്ടാകാം. ആ ഫോർമുല എന്താണ് CPM ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്ന് അറിയണം. അത് CPIക്ക് വിശ്വാസയോഗ്യമാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്.